നമസ്കാരം. ഈ തമ്മിലിൽ കണ്ടത് സംഭവിക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. PC ജോർജിന് ഏത് സമയം വേണമെങ്കിലും ഈരാറ്റുപേട്ട പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യും. ഒരു സംശയവും വേണ്ട. അതായത് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. വാ തുറന്നിട്ടുണ്ടെങ്കിൽ വർഗീയത മാത്രം പറയുന്ന ഈ ചെറ്റനെ പിടിച്ച് അകത്തിട്ടോളാൻ തന്നെയാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനം ചാനലിൽ ഇരുന്നിട്ട് ഈ വർഗീയവാദി, നമ്മുടെ കേരളത്തിന്റെ അപമാനം, PC ജോർജ് പറയുകയാണ്, കേരളത്തിലും ഇന്ത്യയിലും ജീവിച്ചിരിക്കുന്ന മുസ്ലിമുകളൊക്കെ വർഗീയവാദികളാണ് അത്രേ. വർഗീയവാദികളായിട്ടുള്ള മുസ്ലിമുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ, അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്ന രീതിയിൽ ജനം ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങ് വാ തുറന്ന് വർഗീയത വെച്ച് വീക്കുകയാണ്. എന്നിട്ട് അത് അങ്ങനെ തന്നെ അങ്ങ് ടെലികാസ്റ്റ് ചെയ്ത ആ ജനം ചാനലിനെതിരെ സത്യത്തിൽ കേസെടുക്കേണ്ടതാണ്. ഈ നാട്ടിൽ വർഗീയതയുടെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചാനൽ, വർഗീയത വാരി വിതറാൻ നടക്കുന്ന ഒരു വർഗീയവാദി, ഇവർ രണ്ടുപേരും എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇത്തരത്തിലുള്ള വർഗീയതയൊക്കെ പറഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നിയമം ഇവർക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്ന. കോടതി പറഞ്ഞു ഇയാൾ സ്ഥിരം വർഗീയത പറയുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നിയമ നടപടി തന്നെ ഇയാൾക്കെതിരെ സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്തേക്ക്, ജാമ്യം ഒന്നും തരാൻ പറ്റില്ല, മുൻകൂർ ജാമ്യം ഒന്നും അവിടെ കിട്ടില്ല എന്ന് പറഞ്ഞു ഓടിച്ചു ഹൈക്കോടതി. 2-3 ദിവസം മുമ്പ് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് PC ജോർജ് തല ചൊറിഞ്ഞുകൊണ്ട് കോടതിയിൽ എന്താണ് പറഞ്ഞതെന്നറിയോ? അതേ കോടതി ഒരു കയ്യബദ്ധം സംഭവിച്ചതാണെന്ന്. അപ്പൊ കോടതി ചോദിച്ചു, ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? നിങ്ങളൊരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? ഇത്തരത്തിലൊക്കെയാണോ ഒരു പരാമർശം നടത്തുന്നത്? മതസ്പർദ്ധ വളർത്തുന്ന, വിദ്വേഷം പരത്തുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തവണയല്ലല്ലോ, നിരന്തരമായിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനെ കയ്യബദ്ധം എന്ന് പറയാൻ പറ്റുമോ PC എന്ന് ചോദിച്ചപ്പോ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അപ്പൊ തന്നെ പോലീസ് കോടതിയിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, നിരവധി കേസുകൾ, ഇത്തരത്തിലുള്ള നിരവധി കേസുകളെ പ്രതിയാണ് ഇയാൾ. മാത്രമല്ല ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയത് മൂലം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിശക്തമായ കുറ്റപത്രമാണ് ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട്, ഈ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോ PC വിചാരിച്ചു, എപ്പോഴും ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോകുമ്പോൾ കിട്ടാറുണ്ടല്ലോ, ഈ തവണയും കിട്ടുമെന്ന് വിചാരിച്ചു. കോടതി 2 ദിവസം കഴിഞ്ഞിട്ട് പറയാട്ടോ PC എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ അതാ വിധി വന്നിരിക്കുന്നു, PC ജോർജിന് മുൻകൂർ ജാമ്യം ഇല്ല എന്ന്. ഈരാറ്റുപേട്ട പോലീസ് അന്ന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തല്ലോ, അതുപോലെ ഈ മൊയ്തനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അറിയാവുന്നത് കൊണ്ട് PC ജോർജ് മുങ്ങിയിരിക്കുകയാണ്. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി. പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നും, വർഗീയത പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടുമെന്നും PC ജോർജിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കൊണ്ടേ കൊടുത്തപ്പോ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് പോലീസ് അവിടെ കുറ്റപത്രം സമർപ്പിച്ചത്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ PC ജോർജിന് വല്ലാത്ത ആവലാതിയാ, എപ്പോ വേണമെങ്കിലും പോലീസ് വരും, അതുകൊണ്ട് ഇനി രക്ഷയില്ല. മുൻകൂർ ജാമ്യാപേക്ഷ അവിടെ പരിഗണിക്കുന്നു, ജാമ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ എവിടെയോ പോയി ഏതോ കുറ്റിക്കാട്ടി പോയി വിളിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുന്നത്, അല്ലെ? അനന്തപുരിയിൽ നടന്ന ഹിന്ദു സമ്മേളനത്തിൽ ഇയാൾ എന്താണ് പറഞ്ഞത്? അതായത് കച്ചവടം നടത്തുന്ന മുസ്ലിമുകളൊക്കെ പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള ചില സംഗതികളൊക്കെ ചേർക്കുന്നുണ്ട്, ഇത് സത്യത്തില് മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞു, അല്ലെ? അതിനുശേഷം വീണ്ടും പല സംഭവങ്ങളും ഉണ്ടായി. അന്നത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയത് മൂലം വന്ന് പോലീസ്, ഈരാറ്റുപേട്ട പോലീസ് രാഖി രാമാനെ വീട്ടിൽ ചെന്ന് ഈ മോയിദിനെ വലിച്ചടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. പഠിച്ചില്ല, വീണ്ടും വർഗീയത പറഞ്ഞു. അന്ന് 2ാമത്തെ തവണ വെണ്ണലയിൽ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വർഗീയത പറഞ്ഞപ്പോ മുൻകൂർ ജാമ്യം കിട്ടി കേട്ടോ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്യമൊക്കെ കിട്ടും എന്ന് ഉറപ്പായി. അങ്ങനെ വീണ്ടും 2-3 ഇടങ്ങളിലൊക്കെ പറഞ്ഞു. ഒരിടങ്ങളിൽ പോയി പറഞ്ഞു, അതായത് ഈ ഭീകരവാദികളായിട്ടുള്ള മുസ്ലിമുകൾ നമ്മുടെ ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനി പെൺകുട്ടികളൊന്നും ഇപ്പൊ പ്രസവിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ മുസ്ലിം പെൺകുട്ടികളൊക്കെ പ്രസവിച്ചു കൂട്ടുകയാണ്. അതെന്തുകൊണ്ടാ? നമ്മുടെ രാജ്യം മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടിയാണെന്ന രീതിയിൽ ഒരു വൃത്തികെട്ട പരാമർശം കൂടി അദ്ദേഹം നടത്തി. പാലക്കാട് BJP തോറ്റോ പറയാണ്, തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന്. അത്തരത്തിൽ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ നിരന്തരം ഇത്തരത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് PC ജോർജ്. അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ അദ്ദേഹം ഒന്നും വിളിക്കുന്ന കാര്യമില്ല. ഈ ചെറ്റയ്ക്കെതിരെ ഇങ്ങനെ ഒരു കേസ് എടുത്തതും
അതുപോലെ തന്നെ ഇപ്പോൾ കോടതി ഈ മുൻകൂർ ജാമ്യമൊക്കെ തള്ളിയതൊക്കെ എന്തുകൊണ്ട് നല്ലതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. PC ജോർജിനെ പോലുള്ള ഒരാൾ രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ പോലും നമുക്ക് നാണക്കേടാണ്, അല്ലെ? ഇയാളെ ഒന്നും കണ്ട ആരും പഠിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇയാൾ അങ്ങനെയാണ് BJP-യിലേക്ക് പോയതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇയാൾ BJP-യിലേക്ക് പോകേണ്ട ആള് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുമ്പോൾ ഒരാൾ പോലും, ഒരു BJP നേതാവ് പോലും PC ജോർജ് പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുന്നില്ലല്ലോ, ന്യായീകരിക്കുകയാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഘികളുടെ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ചില വർഗീയതയൊക്കെ വാരി വിതറിക്കൊണ്ടുള്ള കളികൾക്ക് നമ്മളിവിടെ വേദി ഒരുക്കി കൊടുക്കുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വേദി ഒരുക്കി കേരളത്തിൽ കൊടുക്കില്ല ഇവിടത്തെ മതനിരപേക്ഷ മനസ്സുയർത്തിപ്പിടിക്കുന്ന ജനങ്ങളെന്ന് ഇപ്പൊ PC ജോർജിനും സംഘികൾക്കും മനസ്സിലായി കാണും. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ PC ജോർജ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ട് ജാമ്യം തരുമോ എന്ന് വെച്ച് കോടതിയുടെ വരാന്ത കയറുന്നത്. നിരവധി തവണ കയറിയിട്ടുണ്ടല്ലോ. അപ്പോ ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും കോടതി ഇന്ന് സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ആഗ്രഹിച്ചതുപോലെ ഒരു വിധി തന്നെയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് PC ജോർജിനെ തൂക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. കാരണം നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള, പിന്നെ എന്തുകൊണ്ടാണ് PC ജോർജിനെ നേരത്തെ പോലീസ് പൊക്കാതിരുന്നത് എന്നൊരു ചോദ്യം പൊതുവെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്, പിണറായി വിജയൻ എന്താ പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് മുൻകൂർ ജാമ്യാപേക്ഷ ഈ പറയുന്നത് പോലെ കോടതി പരിഗണിക്കുമ്പോൾ എന്ത് വിധിയാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് സ്വാഭാവികമായിട്ട് പോലീസും ഉറ്റുനോക്കും. ഒരാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പോകുമ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം നോക്കിയിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അഴിച്ചുകൊണ്ട് പോകും. അതായത് പിടിക്കാൻ പാടില്ല എന്നൊരു വിധിയാണ് വരുന്നതെങ്കിൽ പെട്ടുപോകും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കോടതിയിൽ ഈ പറയുന്ന പോലെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, എല്ലാ വസ്തുതകളും നിരത്തുക, ശേഷം ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ പിടിച്ചകത്തിടുക. ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി സുപ്രീം കോടതിയിലേക്ക് ഓർണം. എന്തായാലും PC ജോർജിനെ വല വിരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി, PC ജോർജിനെ പൂട്ടാൻ വേണ്ടി എന്തായാലും പോലീസ് അലേർട്ടായിട്ട് ഊർജ്ജസ്വലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ശാഖയിൽ പോയി, ഏത് അണ്ടിമുക്ക് ശാഖയിൽ പോയി ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ ദൈവത്തിന് അറിയാം. എന്തായാലും അതൊക്കെ കേരള പോലീസ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും നല്ലൊരു വാർത്ത ഒരു പക്ഷേ ഇത് തന്നെയാകും. ഇതിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പറയുന്ന ഒരു വിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ നിരന്തരം പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒരു മറുനാടൻ മറുതയാകാൻ വേണ്ടി PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മത്സരത്തിൽ മറുതയെ പോലും തോൽപ്പിച്ചു എന്ന് പറയാതെ വയ്യ കേട്ടോ. കാരണം അത്തരത്തിൽ ഒരു മലിനീകരണമാണ്, അത്രത്തോളം ഒരു എന്താ പറയാ, ഒരു വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു PC ജോർജ് എന്ന് പറയാതെ വയ്യ. എന്തുകൊണ്ടാണ്? PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന, PC ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അതായത് നമ്മുടെ കേരളത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ഇയാളുടെ പല പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു നിഷ്പക്ഷവാദി എന്ന നിലയിലായിരുന്നു, അല്ലെ? അങ്ങനെ കുറെ ആളുകളേക്ക് പറ്റിച്ചു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ശേഷം ഇദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന സാധനം പുറത്തേക്ക് വന്നു. എന്താണ്? വർഗീയത. അതായിരുന്നു ഇയാളെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എല്ലാവരും ആലോചിച്ചു, ഇയാൾ എങ്ങനെയാണ് ഇത്രയും നാൾ ഈ പറയുന്ന പോലെ മറ്റുള്ള പാർട്ടിയിലൊക്കെ നിന്നത്? ഇയാൾ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇത്രയും നാളൊക്കെ ഇങ്ങനെ അഭിനയിച്ച് നടന്നതെന്നൊക്കെ കരുതി. പിന്നെ പോകേണ്ട പാർട്ടിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞപ്പോൾ നിരന്തരം ഇങ്ങനെ വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതാണല്ലോ വലിയ ഇഷ്ടം. നോക്കൂ, ഒരു ചാനലിലിരുന്ന് ഇങ്ങനെ ഒരു വർഗീയത പറയുമ്പോൾ ആ വർഗീയത കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ടെലികാസ്റ്റ് ചെയ്യാനല്ല അവിടെ ശ്രമം നടത്തുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതങ്ങ് ഇടുകയാണ്. അതായത് ചില വർഗീയവാദികൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ചെറിയ ക്ലിപ്പാക്കിയിട്ട് മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരങ്ങ് ഒരുക്കി കൊടുക്കുകയാണ്. അത് ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്? ചില ഇത്തരത്തിലുള്ള വർഗീയവാദികൾ ഇതങ്ങ് ഷെയർ ചെയ്യുകയാണ്. എങ്ങനെ ഇവിടെ ഒരു ചെറിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ ശ്രമിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ ശ്രമം നടത്തുന്ന ആളുകളൊക്കെ ഒരെണ്ണം തയ്പ്പിച്ചു വെച്ചോ, ഈ PC ക്കൊപ്പം പോയി കിടക്കാൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.